Okay, fourth module, last topic ആണ്. Topics covered FC TCR, അതായത് fixed capacitor thyristor controlled reactor. Then second topic, thyristor controlled series capacitor, that is TCSC. First, fixed capacitor thyristor controlled reactor, അതാണ് FC TCR. A basic power generator arrangement using a fixed, that is permanently connected capacitor with a thyristor controlled reactor FCTCR is shown functionally in figure. ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം ഒരു TCR അതിനെ പാരലൽ ആയിട്ട് ഒരു ഫിക്സഡ് കപ്പാസിറ്റർ. TCR എന്താണെന്ന് നമുക്കറിയാം, ഒരു റിയാക്ടറിന് സീരീസ് ആയിട്ട് ഒരു ആന്റി പാരലൽ കോമ്പിനേഷൻ ഓഫ് തൈറിസ്റ്റർ. ഓക്കെ, അതാണ് TCR. റിയാക്ടറിന് സീരീസ് ആയിട്ട് ഒരു ആന്റി പാരലൽ കോമ്പിനേഷൻ ഓഫ് തൈറിസ്റ്റർ, നമ്മുടെ TCRന് പാരലൽ ആയിട്ട് ഒരു ഫിക്സഡ് കപ്പാസിറ്റർ. ഈ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The current in the reactor is varied by the method of firing angle control. ഇപ്പം നമ്മുടെ റിയാക്ടറിൽ കറണ്ട് IL, ഇവിടുത്തെ ഫയറിംഗ് ഡിലേ ആംഗിൾ ആൽഫ വേരി ചെയ്യിച്ചിട്ട് നമുക്ക്, അതായത് ഇവിടുത്തെ ഫയറിംഗ് ആംഗിൾ ആൽഫ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ റിയാക്ടറിൽ കറണ്ട് IL നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, IL വേരി ചെയ്യുമ്പോൾ IC വേരി ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള IQ നമുക്ക് കിട്ടും. ഓക്കെ, the fixed capacitor in practice is usually substituted fully or partially by a filter network that has the necessary capacitive impedance at the fundamental frequency to generate the reactive power required, but it provides a low impedance at selected frequencies to shunt the dominant harmonic produced by the TCR. The fixed capacitor thyristor controlled reactor type power generator may be considered essentially to consist of a variable reactor that is controlled by a delay angle alpha and a fixed capacitor. അപ്പം ഈ ഒരു ഫിക്സഡ് കപ്പാസിറ്റർ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടറിൽ കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ റിയാക്ടർ. ഓക്കെ, വേരിയബിൾ റിയാക്ടർ ഉണ്ട്. ആ വേരിയബിൾ റിയാക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിലേ ആംഗിൾ ആൽഫയാണ് ആൻഡ് ഒരു ഫിക്സഡ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിക്സഡ് സൈഡ്, ഇതാണ് നമ്മുടെ വേരിയബിൾ സൈഡ്. ഓക്കെ, ഇത് നമ്മുടെ ഫിക്സഡ് കപ്പാസിറ്റർ, ഇത് നമ്മുടെ വേരിയബിൾ TCR, വേരിയബിൾ റിയാക്ടർ. And overall VAR demand versus VAR output characteristics as shown in figure. ഇത് ഈ രണ്ട് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ VAR demand versus VAR output കാണിച്ചിരിക്കുന്ന ഫിഗർ ആണ്. The constant capacity VAR generation QC of the fixed capacitor is opposed by the variable VAR absorption QL of the thyristor controlled reactor to yield the total VAR output Q record. അപ്പം നമ്മുടെ ഫിക്സഡ് കപ്പാസിറ്ററിന്റെ കോൺസ്റ്റന്റ് കപ്പാസിറ്റി വാർ ജനറേഷൻ, അതിനെയാണ് നമ്മൾ QC എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി വാർ ജനറേഷൻ, അതാണ് QC. ഇത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. QC എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, QC കോൺസ്റ്റന്റ് ആണ്. ദെൻ നമ്മുടെ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടറിന്റെ വേരിയബിൾ വാർ അബ്സോർപ്ഷൻ, അതിനെയാണ് QL എന്ന് പറയുന്നത്. ഓക്കെ, QL എന്ന് പറയുമ്പോഴത്തേക്ക് വേരിയിങ് ആണ്. സോ ഇത് രണ്ടും തമ്മിൽ ഒപ്പോസ് ചെയ്യും, QCയും QLയും കൂടെ ഒപ്പോസ് ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ടോട്ടൽ വാർ ഔട്ട്പുട്ട് Q കിട്ടും. ഓക്കെ, ഫിക്സഡ് കപ്പാസിറ്ററിന്റെ QC കോൺസ്റ്റന്റ് ആണ്, റിയാക്ടറിന്റെ QL വേരിയബിൾ ആണ്. ഓക്കെ, അപ്പം ഈ QL വേരി ചെയ്യിച്ചിട്ട് നമുക്ക് Qനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ നമ്മുടെ ഫയറിംഗ് ആംഗിൾ, ഈ ഡിലേ ആംഗിൾ ആൽഫനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്റ്റീവ് റേഞ്ചിലേക്കും കപ്പാസിറ്റീവ് റേഞ്ചിലേക്കും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, the maximum capacity VAR output, the thyristor controlled reactor is off at alpha is equal to 90. ആൽഫ is equal to 90 ആകുമ്പോഴത്തേക്ക് നമ്മുടെ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ, അതായത് TCR ഓഫ് ആവും. ഓക്കെ, TCR ആൽഫ is equal to 90 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡിലേ ആംഗിൾ ആൽഫ is equal to 90 ആകുമ്പോൾ നമ്മുടെ TCR ഓഫ് ആവും. TCR ഓഫ് ആകുമ്പോൾ ഇവിടെ പിന്നെ ആരുടെ എഫക്ട് മാത്രമേ കാണത്തുള്ളൂ, ഈ കപ്പാസിറ്റി എഫക്ട് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നിന്ന് മാത്രമേ ജനറേഷൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഈ സൈഡ് ഓഫ് ആകുമ്പോൾ പിന്നെ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. സോ നമ്മുടെ ഫിക്സഡ് കപ്പാസിറ്ററിൽ മാത്രമേ കപ്പാസിറ്റി എഫക്ട് മാത്രമേ കാണത്തുള്ളൂ അറ്റ് ആൽഫ is equal to 90 ആകുമ്പോൾ.
To decrease the capacity of output, the current in the reactor is increased by decreasing delay angle alpha. അപ്പം നമ്മുടെ കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് നമുക്കൊന്ന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മുടെ റിയാക്ടറിന്റെ കറണ്ട് കൂട്ടണം. എങ്ങനെയാണ്? നമ്മുടെ ആൽഫ കുറച്ച് റിയാക്ടറിന്റെ കറണ്ട് കൂട്ടിയിട്ട് നമുക്ക് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ അറ്റ് ആൽഫ ഇസിക്കൽ ടു 90 നമ്മുടെ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നേരത്തെ അല്ലേ? അറ്റ് ആൽഫ ഇസിക്കൽ ടു 90 ദാറ്റ് മാക്സിമം കപ്പാസിറ്റി വാർ ഔട്ട്പുട്ട് ദ തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ ഈസ് ഓഫ് എന്ന് പറഞ്ഞു. അപ്പം ആൽഫ ഇസിക്കൽ ടു 90 ഇവിടെ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഈ ടി സി ആറിനെ ഒന്ന് ഓൺ ആക്കി റിയാക്ടറിലെ കറണ്ട് കൂട്ടിക്കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മുടെ ആംഗിൾ ഡിലേ ആംഗിൾ ആൽഫയുടെ വാല്യൂ കുറച്ച് വരണം. ആൽഫ ഇസിക്കൽ ടു 90 ആകുമ്പോഴത്തേക്ക് ടി സി ആർ ഓഫ് അല്ലേ? അപ്പം ആൽഫയുടെ വാല്യൂവിനെ കുറച്ച് കറണ്ട് ഇൻ ദ റിയാക്ടർ കൂട്ടിക്കൊണ്ടുവരണം. അപ്പം നമുക്ക് കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് ഇവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ റിയാക്ടർ എന്താ കുറേശ്ശെ അബ്സോർബ് ചെയ്ത് വരും. അതായത് ഇവിടെ കപ്പാസിറ്റർ ജനറേറ്റ് ചെയ്യുന്നത് കുറേശ്ശെ നമ്മുടെ റിയാക്ടർ അബ്സോർബ് ചെയ്ത് വരും. ഓക്കെ, then at VAR output the capacitive and the inductive current become equal and thus the capacitive and the inductive VAR cancel out. പക്ഷെ അറ്റ് സീറോ ഔട്ട്പുട്ടിൽ നമ്മുടെ കപ്പാസിറ്റർ ജനറേറ്റ് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഇൻഡക്ടർ അങ്ങ് അബ്സോർബ് ചെയ്യും. അതായത് നമ്മുടെ റിയാക്ടർ അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പം എന്താ? നമ്മുടെ കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് കറന്റ് ബിക്കം ഈക്വൽ ആൻഡ് ദസ് ദ കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ആവും. ഓക്കെ, with a further decrease of angle alpha, assuming that the rating of the reactor is greater than that of the capacitor, the inductive current becomes larger than the capacitive current, resulting in a net inductive VAR output. അപ്പം ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആണ് ഇത് നടക്കുന്നത്. ദെൻ വീണ്ടും നമ്മൾ ആംഗിൾ ആൽഫനെ നമ്മൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ reactor rating is greater than that of the capacitor and also inductor current is also larger than capacitor current ആവും. ഓക്കെ, കപ്പാസിറ്റി കറന്റിനെക്കാട്ടി ലാർജർ ആവും നമ്മുടെ ഇൻഡക്ടറിലെ കറണ്ട്. അപ്പം ഇൻഡക്ടറിൽ അബ്സോർപ്ഷൻ കൂടി. അപ്പം നമ്മുടെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, at zero delay angle the thyristor controlled reactor conduct current over the full 180-degree interval, resulting in maximum inductive VAR output that is equal to the difference between VAR generated by the capacitor and those absorbed by the fully conducting reactor. അപ്പം at zero delay angle ടി സി ആർ നമ്മുടെ thyristor controlled reactor 180 ഡിഗ്രി ഇന്റർവെല്ലിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡക്റ്റീവ് ആയിരിക്കും, ഇതായിരിക്കും മാക്സിമം ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ദ കൺട്രോൾ ഓഫ് ദി തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ഇൻ ദ FCTCR type VAR generator needs to provide 4 basic functions as shown in figure and they are, ഈ ഫിഗർ ജസ്റ്റ് പഠിച്ചു നോക്കാം. The first is synchronizing timing, then the reactive current or the admittance to firing angle conversion. Third is the computation of the required fundamental reactor current IFL. Then fourth, the thyristor firing pulse generation. Okay. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ സിങ്ക്രണൈസിംഗ് ടൈമിംഗ് സർക്യൂട്ട്, ദെൻ കൺവേർഷൻ, അതായത് റിയാക്റ്റീവ് കറന്റ് ടു ഫയറിംഗ് ആംഗിൾ കൺവേർഷൻ, ദെൻ നമ്മുടെ IFL, ദെൻ തൈറിസ്റ്റർ ഫയറിംഗ് പൾസ് ജനറേഷൻ. ഈ 4 കാര്യങ്ങളാണ്, 4 ബേസിക് ഫങ്ഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ്, that is thyristor controlled series capacitor, that is TCSC. The configuration using TCSC is shown in figure. Here a TCR is parallel with a fixed capacitor to enable continuous control over the series compensation. ഒരു TCR thyristor controlled reactor അതിന് പാരലൽ ആയിട്ട് TCR അതിന് പാരലൽ ആയിട്ട് ഒരു ഫിക്സ്ഡ് കപ്പാസിറ്റർ. ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സീരീസ് കോമ്പൻസേഷന്റെ കണ്ടിന്യൂസ് കൺട്രോൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TCSC യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾദോ ദ ഹാർമോണിക്സ് ആർ പ്രസന്റ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് പാർഷ്യൽ കണ്ടക്ഷൻ ഓവർ
conduction of thyristor switches, the TCSC can be used to mitigate SSR. ഇപ്പോൾ SSR മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TCSC യൂസ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ TCSC പ്രൊവൈഡ് ഇൻഹറന്റ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഓവർ വോൾട്ടേജ്. ഇപ്പോൾ ഓവർ വോൾട്ടേജസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TCSC പ്രൊവൈഡ് ചെയ്യുന്നത്. TCSC is a mature technology available for application in AC lines of voltage up to 500 kV. ഇപ്പോൾ 500 kV വരെയുള്ള വോൾട്ടേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും TCSC അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പറേഷൻ ഓഫ് TCSC. A single line diagram of TCSC is shown in figure, which shows two modules connected in series. TCSCയുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് മൊഡ്യൂൾസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൊഡ്യൂള്, ഇത് വേറൊരു മൊഡ്യൂള്. ഇങ്ങനെ രണ്ട് മൊഡ്യൂൾസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ്. TCSCയുടെ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. There can be one or more modules depending on the requirement. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മൊഡ്യൂൾസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. To reduce the cost, TCSC may be used in conjunction with fixed series capacitors. ഇപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TCSC ഇങ്ങനെ ഫിക്സഡ് സീരീസ് കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് മൊഡ്യൂൾ ഹാസ് 3 ഓപ്പറേറ്റിംഗ് മോഡ്സ്. അപ്പം ഇതൊരു മോഡ്, ഇതൊരു മോഡ്. ഈ ഒരു മൊഡ്യൂളിന് 3 ഓപ്പറേറ്റിംഗ് മോഡ്സ് ഉണ്ട്. ഫസ്റ്റ് മോഡ് ബൈപാസ്ഡ് മോഡ്, സെക്കൻഡ് ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൽവ് ബ്ലോക്ക്ഡ്, തേർഡ് ഇൻസേർട്ടഡ് വിത്ത് വെർനിയർ കൺട്രോൾ. അപ്പൊ ഈ ഒരു മൊഡ്യൂളിന് 3 ഓപ്പറേറ്റിംഗ് മോഡ്സ് ഉണ്ട്. ആ 3 ഓപ്പറേറ്റിംഗ് മോഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് മോഡാണ് ബൈപാസ്ഡ്. Here the thyristor valves are gated for 180-degree conduction in each direction, and the current flow in the reactor is continuous and sinusoidal. The net reactance of the module is slightly inductive as the susceptance of the reactor is larger than that of the capacitor. ബൈപാസ്ഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൈറിസ്റ്റർ വാൽവ്, ഇതാണ് ഫിഗർ, ബൈപാസ്ഡിന്റെ ഫിഗർ ആണ്. ഇതാണ് ഫിഗർ. ബൈപാസ്ഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തൈറിസ്റ്റർ വാൽവ് 180 ഡിഗ്രിയിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, റിയാക്ടറിലെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് സിനുസോയ്ഡൽ ആയിരിക്കും. ദെൻ നമ്മുടെ സസ്പെറ്റൻസ് റിയാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ആയിരിക്കും. ഓക്കെ, റിയാക്ടറിന്റെ സസ്പെറ്റൻസ് ആയിരിക്കും കപ്പാസിറ്ററിനെക്കാട്ടി കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈപാസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് റിയാക്ടറിൽ കൂടി വന്നിട്ട് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് ഇവിടെ തീരെ കുറവാണ്. ഇപ്പൊ നെറ്റ് റിയാക്റ്റീവ് ഓഫ് ദ മൊഡ്യൂൾ, ദിസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഇൻഡക്റ്റീവ് ആണ്. ഓക്കെ, during this mode, the most of the line current is flowing through the reactor and the thyristor valve with some current flowing through the capacitor. This mode is mainly used for the protecting the capacitor against over voltages, that is during transient over current in the line. അപ്പോൾ ഈ ഒരു മോഡിൽ മോസ്റ്റ് ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ചെയ്യുന്നത് നമ്മുടെ ഈ റിയാക്ടറിൽ കൂടിയാണ്. ഓക്കെ, പക്ഷെ സം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് കപ്പാസിറ്ററിൽ കൂടിയും ഫ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓവർ വോൾട്ടേജസ്, ഇപ്പം ട്രാൻസിയൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈൻ കറണ്ടിൽ ഇപ്പോൾ ഓവർ ട്രാൻസിയൻസ്, ഓവർ കറണ്ട് ഒക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പാസിറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മോഡ് ഈസ് ആൾസോ ടേംഡ് ആസ് thyristor switched reactor, known as TSR. മോസ്റ്റ് ഓഫ് ദ കറണ്ടും റിയാക്ടറിൽ കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇതിനെ തൈറിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടർ എന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് മോഡ്, ദാറ്റ് ഇസ് ബൈപാസ്ഡ് മോഡ്. ദ സെക്കൻഡ് മോഡ്, ദാറ്റ് ഇസ് ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൽവ് ബ്ലോക്ക്ഡ്. ഈ ഒരു ഫിഗറെ ബി. ഇൻ ദിസ് ഓപ്പറേറ്റിംഗ് മോഡ്, നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ വാൽവ് വിത്ത് ദ ബ്ലോക്കിംഗ് ഓഫ് ദ ഗേറ്റ് പൾസ്. Hence, here the TCSC reactance is same as that of the fixed capacitor, and there is no difference in the performance of the TCSC in this mode with that of a fixed capacitor. Hence, this mode is generally avoided. This mode is also termed as waiting mode. അപ്പം ഈ ഒരു ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൽവ് ബ്ലോക്കിൽ നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് വാൽവ് വെച്ചിട്ട് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്. സോ നമുക്കിവിടെ നമ്മുടെ കപ്പാസിറ്ററിന്റെ വർക്കിംഗ് മാത്രമേ ഇവിടെ മെയിൻ ആയിട്ടും വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മോഡ് നമുക്ക് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് മോഡ്, ഓപ്പറേറ്റിംഗ് മോഡ് ഈസ് ജനറലി അവോയ്ഡഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡിന് നമ്മൾ വെയിറ്റിംഗ് മോഡ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ കപ്പാസിറ്റൻസ്, ഈ ഒരു ഫിക്സഡ് കപ്പാസിറ്റൻസിന്റെ കാര്യം മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇവിടോട്ട് കറണ്ട് പോകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡ് അധികം യൂസ് ചെയ്യത്തില്ല. ഈ ഒരു മോഡിന് നമ്മൾ വെയിറ്റിംഗ് മോഡ് ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് വിത്ത് തൈറിസ്റ്റർ വാൽവ് ബ്ലോക്ക്ഡ്.
last mode, that is inserted with vernier control. In this operating mode, the thyristor valves are gated in the region of alpha minimum less than 90 degree. അപ്പം ഈ ഒരു മോഡ് നമ്മുടെ thyristor valve gate ചെയ്യുന്നത് ആൽഫ മിനിമം ലെസ് ദാൻ 90 ഡിഗ്രി ആണ്, such that they conduct for the part of a cycle. The effective value of the TCAC reactants, that is in the capacitive region, increases as the conduction angle increases from 0. Then alpha minimum is the above the value of alpha corresponding to the parallel resonance of TCR and the capacitor at fundamental frequency. In the inductive vernier mode, the TCSC, that is inductive reactance, increases as the conduction angle reduced from 180 degree. നമ്മുടെ കണ്ടക്ഷൻ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും നമുക്ക് TCAC വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കപ്പാസിറ്റീവ് വെർനിയർ മോഡലാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദ TCAC റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം കണ്ടക്ഷൻ ആംഗിൾ ഇൻക്രീസ്ഡ് ഫ്രം 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻഡക്റ്റീവ് വെർനിയർ മോഡൽ TCAC റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം കണ്ടക്ഷൻ ആംഗിൾ റെഡ്യൂസ്ഡ് ഫ്രം 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മെയിൻ ആയിട്ടും നമ്മുടെ വെർനിയർ കൺട്രോൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് റീജിയനിലായിരിക്കും, നോട്ട് ഇൻ ദ ഇൻഡക്റ്റീവ് റീജിയൻ.